ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സുപരിചിതമാണ് ക്യാരക്ടർ കീ, നോൺ ക്യാരക്ടർ കീ എന്ന് പറയുന്ന ടേമുകളൊക്കെ നമ്മൾ ഒരുപാട് തവണ ഈ ഒരു ടൈപ്പ് റൈറ്റർ മെഷീൻ്റെ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അങ്ങനെ അറിയുന്ന ക്യാരക്ടർ കീസിൻ്റെ കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ നോൺ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സ്പേസ് ബാർ, ടാബുലേറ്റർ കീ, അതുപോലെ തന്നെ ബാക്ക് സ്പേസർ, ഷിഫ്റ്റ് കീസ് ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നോൺ ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യാരക്ടർ കീസിൽ വേഗം തന്നെ, അല്ലെങ്കിൽ നമ്മളോട് സ്പേസ് ബാർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ പറയും നമ്മുടെ വലത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന കീ ആണ്, ഏറ്റവും വലിയ കീ ആണ്, വാക്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന കീ ആണ് എന്നൊക്കെ നമുക്ക് സ്പേസ് ബാറിനെ കുറിച്ച് പറയുവാനും കാണിച്ചു തരാനും നമുക്ക് പെട്ടെന്ന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കീ റിലീസർ എന്ന് പറയുന്നൊരു കീ, ഓക്കെ, അങ്ങനെ വലിയ സുപരിചിതം ആയിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഈ കീ റിലീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നും എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കീ റിലീസറിൻ്റെ ഉപയോഗം ആദ്യമേ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം, ശേഷം അതിൻ്റെ പ്രവർത്തനവും അത് ഏത് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പണ്ട് കാലങ്ങളിൽ പോകുന്ന സമയത്ത്, ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓക്കെ നമ്മളെ മുന്നിൽ ഒരു ടൈപ്പ് റൈറ്റർ മെഷീനുണ്ട്. ഓക്കെ, കൊള്ളാം, സാധനമൊക്കെ കൊള്ളാം, നല്ല രസമാണ്. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ അവിടെ എവിടെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഞെക്കാറുണ്ട്. ഓക്കെ, കീസ് കാണുമ്പോൾ അതിനകത്തൊരു ആവേശം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരേജ് റിട്ടേൺ ലിവറിൽ ആവേശം കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആവേശം കാണിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പിയാനോ വായിക്കുന്ന കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടൺ ടൺ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, കീസിനകത്ത് പിടിച്ച് ടൈപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ടൈപ്പ് ബാറുകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോടെ, ഈ ടൈപ്പ് ബാറുകൾ പരസ്പരം ഇതേപോലെ ചെന്ന് ഇങ്ങനെ ഉടക്കി നിൽക്കുന്ന അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഉണ്ടാകാത്തൊരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കാണില്ല. എവിടെയാണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അവിടെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ജാം അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ടൈപ്പ് ബാറുകൾ കൂട്ടി ഉരുമി അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ജാം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ധാരണയില്ല ഏത് കീ എവിടെയാണ്, എങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്യേണ്ടുന്നത്. ഈ ഒരു ധാരണക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആ ഒരു ട്രാഫിക് ജാം അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സംവിധാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ വന്നു നിന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് നോക്കിയിട്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു സംവിധാനത്തിൽ പിടിച്ച് തട്ടുന്ന സമയത്ത് നോർമലായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ജാം ഒഴിവായി ഓരോ ടൈപ്പ് ബാറുകളും താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിൽ പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നുന്നത് പോലെ ഓരോന്ന് 1, 2, 3 എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഇതേപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സംഭവം അഴിച്ചെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അഴിച്ചെടുപ്പ് പരിപാടിയൊന്നും ഇവിടെ വേണ്ട. ടീച്ചർ ചെയ്തത് എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് കീ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കീ റിലീസർ എന്ന് പറയുന്ന കീ ആണ് ഇതിനു വേണ്ടി അവിടെ ടീച്ചർ ഉപയോഗപ്പെടുത്തിയത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപിക നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, അത് പറഞ്ഞു തരാത്തവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കീ റിലീസർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു കീ ആണ് കീ റിലീസർ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ ടൈപ്പ് ബാറുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലോക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കീ റിലീസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കീകളെ അല്ലെങ്കിൽ ടൈപ്പ് ബാറുകളെ പഴയ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ കീ റിലീസർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തിയ സാഹചര്യത്തിൽ നോക്കിക്കോണേ, ഇവിടെ ഒരു ചെറിയൊരു കമ്പി ഇവിടെ ചെന്ന് താഴ്ഭാഗത്തായിട്ട് തട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നടക്കുന്ന മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കീ റിലീസർ ഉപയോഗിക്കുമ്പോൾ ഈ കനമുള്ള ഈ ഒരു കമ്പി എന്ത് ചെയ്യും, ഈ ടൈപ്പ് ബാറുകളുടെ താഴ്വശത്തായിട്ട് ചെന്ന് ശക്തമായിട്ട് ചെന്ന് അടിക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് ബാറുകളെ പോലെ താഴെയും എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ അടുക്കിനനുസരിച്ച് കൊണ്ട് ടൈപ്പ് ബാറുകളുടെ ആ ഒരു കമ്പികൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ശക്തിയായി ചെന്ന് അടിക്കുമ്പോൾ മുകളിൽ ലോക്കായിരിക്കുന്ന സംവിധാനം എന്ത് ചെയ്യും, താഴേക്ക് പതിയായിട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ഇതെന്തുകൊണ്ട് താരുന്നില്ല എന്ന്. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓയിലിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളും ചെയ്യുന്ന ഒരു ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരത്തിൽ നമുക്ക് താഴ്ത്തി കൊണ്ടുവരാൻ പറ്റുന്നത്. അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓയിലിംഗ് ഒക്കെ കുറച്ച് നാളായി, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ രൂപത്തിൽ വേഗത്തിൽ നമുക്ക് ഇതിനകത്തോട്ട് കീ റിലീസർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു
വീഡിയോ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കീ റിലീസർ എന്താണെന്നും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അത് എവിടെയാണെന്നും അതിൻ്റെ മെക്കാനിസം എന്താണെന്നും ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ബാറുകൾ ഉണ്ടാകുന്ന ജാം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൂട്ടി ഉരുമി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അന്നത്തെ അധ്യാപിക ചെയ്ത പരിപാടി ഇതായിരുന്നുവെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.